ഹലോ ഗൈസ്, വെൽക്കം ടു അൽ ഷസാം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗെയിം എക്സ്പോയിലാണ്. എന്താണെന്ന് എൻ്റെ അടുത്തും ചോദിക്കുന്നത്, എനിക്ക് പറഞ്ഞുകൂടെ. എന്തായാലും ഗെയിമിങ്ങിൻ്റെ ഒരുപാട് സാധനങ്ങളും കസ്റ്റമൈസ്ഡ് PC തുടങ്ങിയ സാധനങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. ഇനിയിപ്പോൾ ഇവിടെ കയറുമ്പോൾ എന്തൊരു കിണ്ടിയാണുള്ളതെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോലെ എനിക്കും കൗതുകമാണ് എന്താണ് ഗെയിമിംഗ് എക്സ്പോ അല്ലെങ്കിൽ ഗെയിം എക്സ്പോ എന്ന് അറിയാനായിട്ട്. ടുഡേയ്സ് ദ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇന്നലെ മെനിങ്ങാന്നൊക്കെ തിരക്കിയോ പണിയായിരുന്നടേ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒന്നും നോക്കിയില്ല, എന്നാൽ ഞാൻ ഇവിടെ വന്നു ഗൈസ്. എൻ്റെ മുടിയൊക്കെ എന്തരടേ. അപ്പോൾ എന്തിനാണെങ്കിലും ഗെയിം എക്സ്പോ എന്താണെന്ന് നമുക്ക് കാണാം. കമോൺ ഗൈസ്, ഇതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ കേട്ടോ. അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അകത്ത്, അതായത് ഇവിടെ കുറേ കൺവെൻഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അതായത് ഒരുമാതിരിപ്പെട്ട ജൈറ്റെക്സ്. അത് നമുക്ക് ഇവിടെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ജൈറ്റെക്സ് അടിപൊളിയാണ്, കാണേണ്ട ഒരു ഐറ്റമാണ്. ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കണം. കിട്ടിപ്പോയി മക്കളെ. അയ്യോ, ഇവിടെ നടന്ന് ഓൾറെഡി നടന്ന് മരിച്ചടേ. ഇവിടെ പോകണം കേട്ടാ. സബീൽ ഹാൾ 5-6. ഇവിടെ എവിടെയാടേ? ഇങ്ങോട്ടോ പോകണോടെ. എന്തൊക്കെയോ മെറ്റാവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണെങ്കിലും കിടിലൊരു വണ്ടിയുടെ. ഒരു മിനിറ്റ്, ഇല്ല വണ്ടി ഉണ്ടാടേ, ബെൻസിൻ്റെ. ഇത് ഇനിയിപ്പോൾ സൂം ചെയ്യാനായിട്ട് അപ്പുറത്തെ വെള്ളയെടുക്കും. അയ്യാണ് അയ്യോ ജാതി കാറടെ. GT63 കിടിലം കാറ് കേട്ടോ. അന്ന് എനിക്ക് വേണ്ടി റവ് ചെയ്ത് തന്നു. ഇതല്ല, അതാണ് സബീൽ 456. ഇത് സത്യം പറഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ എന്ത് പറയിച്ച ഞാൻ എൻ്റെ അപ്പത്തോടെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഞാൻ വിചാരിച്ചു പ്രോപ്പർ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് നടക്കണതെന്ന്. എന്തിനാണെങ്കിലും ഇവിടെ അല്ല. നമുക്കെന്തായാലും അതാണ് കേട്ടോ, സബീൽ 6. ദിസ് ഇസ് ദുബായിലൊരു വളരെ ഫേമസ് ആയിട്ട് സാധനമാണ്. അതായത് എന്തായാലും എൻ്റെ പേരെടുത്ത് സബീൽ 1 1 ആൻഡ് ഒള്ളിയാ, സബീൽ 1 അങ്ങനെ എന്തോ ആണ്. ഇത് അടിപൊളിയാണ്. അതുകൊണ്ട് അത് ഈ അതിനെന്തിനോ പറയൂടെ, ആ നടുക്കുള്ള ബാറിൽ റെസ്റ്റോറൻറ്റോ കഫേയോ സ്വിമ്മിംഗ് പൂളോ അങ്ങനെയൊക്കെയാണ്. ഭയങ്കര സെറ്റപ്പാണ്. രാത്രി മറ്റേ ഡിസ്പ്ലേ പരിപാടിയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ സാധനം കിട്ടിയിട്ടുണ്ട്. വൈറ്റ് എന്ന് പറഞ്ഞാൽ 3 ദിവസത്തേക്കാണ്. ഇതിപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അവർ വൈറ്റ് കെട്ടി തന്നെയാണ്. സോ എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം. സത്യം പറഞ്ഞാൽ മെറ്റേറെ പരിപാടികളായിരിക്കും മിക്കതും. ഞാൻ വിചാരിക്കുന്നത് പോലെ നമ്മുടെ NVIDIA ഗ്രാഫിക്സ് കാർഡുകൾ അതൊക്കെ ഉണ്ടോ എന്നൊക്കെ എനിക്ക് അറിയില്ല. ലെറ്റ്സ് ഗെയിമിംഗ് എക്സ്പോ. എന്താ ഷോട്ട് അമ്മേ, ഇപ്പോൾ വീണ് മൂക്കാമണ്ടി ഇടിച്ചേനെ. സമാധാനമായിട്ടുണ്ട്. കോപ്പി റൈറ്റിനൊരു തീരുമാനമായി. മൊത്തം ഒരു RGB കളിയടങ്ങി. സൂപ്പർ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കിടിലം കുറേ ഐറ്റംസ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ കിടിലം കുറേ PC കാണാമെന്ന്. ഇതൊക്കെയാണ്. ഇത് നമ്മുടെ ഡിസ്പ്ലേ GPU ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സാധനമാണ്. ആൻഡ് മാൻ വാട്ട് ആ ബിൽഡ്. എന്തുവാണ് ഇത്? ഇല്ലാത്തുള്ള ഇതൊക്കെയാണ് കേട്ടോ. i5 13 Gen 4090 16GB. ഇതാണ് നമ്മളെ കൂളർ മാസ്റ്ററിൻ്റെ ക്യാബിനറ്റാണ്. ഇതൊരു കമ്പ്യൂട്ടറാണ് ഗൈസ്. കമ്പ്യൂട്ടർ ഷൂസിൻ്റെ ഷേപ്പിൽ. സത്യം പറഞ്ഞാൽ ഒപ്റ്റിമസ് പ്രൈം ഷൂസ് ഊരിയിട്ടിട്ട് പോയത് പോലെ ഉണ്ട്. ഇത് കണ്ടാടേ, കിടന്ന് കളിക്കാൻ പറ്റുന്ന സെറ്റപ്പാണിത്. മാൻ, അത് ഇതുപോലെ PC ഇവിടെ വെക്കുക, അവിടെ കിടക്കുക, വാലറൻറ്റോ എന്ത് ഗെയിമാണോ കളിക്കുക, തകർക്കുക. അതേപോലെ നമുക്കിവിടെ കുറച്ച് അനിമേ ഫിഗറീൻസ് കാണുന്നുണ്ട്. അല്ലേ മറ്റേ മാർവലിൻ്റെ സ്റ്റാൻലി, വിഷൻ. നൈസ്. അത് ബക്സ് ബണ്ണി അല്ലേ? അത് നല്ല ബക്സ് ബണ്ണി. വൺ പീസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് സെറ്റപ്പ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് 11 വരുന്ന സ്പൈഡർമാൻ കളിക്കുന്ന കണ്ടോ. ഈ PC ഒക്കെ നോക്കടേ. പക്ഷേ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു സാധനമുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാബിനറ്റ്. അതിവിടെ ഇല്ല. പിന്നെ ഗോവയെന്ന് പറയുന്നത് മറ്റേ ആ ബാക്കിൽ മറ്റേ ഇതാണ്, ആ ലൈറ്റ് കണ്ടോ, ആ സാധനമാണ്. ഇത് വിഷൻ പ്രോ ആയിരിക്കും വേണ്ടാത്ത. ഇത് കണ്ടോ, മെറ്റാ ക്വസ്റ്റ് 3 വെറും ഇപ്പോൾ 2000 തരം എന്തോ ഉള്ളൂ. ഉള്ളത് പറഞ്ഞ് ആർക്കും വേണ്ടാത്തൊരു ഹാൻഡ് ഹെൽഡ് സാധനമാണ് അവിടെ ഇരിക്കണ. ക്ലോ MSI 3200 തരും ഗൈസ്. ഒരു ചേട്ടൻ ഇരുന്ന് കാർ റേസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറന്നടിച്ച് പോവുകയാണ് കേട്ടോ. ഇതേ എൻ്റെ പേര് വിളിക്കുന്നൊരു സ്ഥലം, കോമിക് കേവ്. അറിയാം എന്തായാലും. ഈ ചേട്ടൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കൊള്ളാം. ഇതാരടേ? ഇത് എനിക്കറിയാം. മേ ദ ഫോർത്ത് ബി വിത്ത് യു അണ്ണ. ഡാർത്ത് വേഡർ അണ്ണ. ഉള്ള ക്യാപ്റ്റൻ അമേരിക്ക. അയൺമാൻ്റെ ഫിഗറിൽ നോക്കടാ, മുടിഞ്ഞ ലുക്ക്. പൊളി സാധനങ്ങളുടെ സൂപ്പർ. സ്കെയർക്രോ. ഉള്ള ബ്ലാക്ക് ആഡം. ഇതാരി ഡൂംസ്ഡേ. ഡൂംസ്ഡേയുടെ ഒരു കിട്ടില്ല വെർഷൻ കേട്ടോ. സൂപ്പർമാൻ ഡൂംസ്ഡേ ഫൈറ്റ്. നമ്മളെ സാധനം മാർഷ്യൻ. കുറച്ചും കൂടെ ഫിഗറീൻസ് കാണിച്ചു തരാം ഗൈസ്. നമ്മളെ ഗാൻഡാൽഫ് ആണ്.
ഉള്ള സ്റ്റാർ വാസിലെ അണ്ണൻ, ലൂക്ക് സ്കൈ വാക്കർ അണ്ണൻ, തോറ്, ലേഡി ലോക്കി, പിന്നെ നമ്മുടെ ഷ്രെക്ക്, ഫ്രാങ്കസ്റ്റൈൻ, ഉള്ള അണ്ണൻ. അണ്ണ എന്താണ് അണ്ണ സുഖങ്ങൾ തന്നെയാണ്, സുഖങ്ങൾ തന്നെ. ദിസ് ഇസ് ഫോർ സൂപ്പർ മാരിയോ ഫാൻസ്. ലൂയിജി, മാരിയോ ആൻഡ് ലൂയിജി അഗൈൻ. ഹായ് കൊള്ളാം, ഇതാരാണെങ്കിലും കൊള്ളാം. മുട്ട ലൂക്ക് മക്കളെ, സൂപ്പർമാനും ബാറ്റ്മാനും. ഗോയ്സ്, നമ്മുടെ ഒപ്റ്റിമസ് പ്രൈം വന്ന് ഇവിടെ നിൽപ്പുണ്ട്. ഓ മൈ ഗോഡ്, ഇത് അനങ്ങളുടെ ഒപ്റ്റിമസ് പ്രൈം ആണ് കേട്ടോ. അതുപോലെ നമ്മുടെ ബംബിൾ ബി ഉണ്ട്, പിന്നെ മറ്റേ ടീറക്സിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ ആ സാധനമുണ്ട്. പിന്നെ ഒപ്റ്റിമസ് പ്രൈം ആണ് ഇവിടെ ഓഫായിരിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, കോമിക് ഫാൻസ്, ദിസ് ഈസ് വൺ ഓഫ് ദ റെയറസ്റ്റ് കോമിക്കുകൾ ഇൻ ദ വേൾഡ്. ഇത് കിട്ടാനെന്നൊക്കെ ഉണ്ടല്ലേ, ഒന്നും കൂടെ മഷിയൊക്കെ ഇട്ട് നോക്കണം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വൃത്തികെട്ട പാട്ട് കിടക്കുകയാണ്. പക്ഷേ നമ്മുടെ ലോകോടെ ഈ RGB ലോകം, ഓ ഒന്നും പറയല്ല, അടിപൊളിയാട്ടാ. ജഡ്ജാതി ഫ്രെയിം നോക്കിയാണ് ടോക്കിയോയിൽ എത്തിയതുപോലെ ഉണ്ട് ഗൈസ്. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് അവൻ കയറി വന്നി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് എൻ്റെ ഫേവറേറ്റ് നൂഡിൽസ് അല്ലെങ്കിൽ രാമൻ ഏതെന്ന് ചോദിച്ചാൽ, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അത് കണ്ട് ഈ ഒരു കമ്പനിയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ പഴയ ആർക്കേഡ് ഗെയിംസ് ഒക്കെ ഇവിടെ കളിക്കാൻ കിട്ടും കേട്ടോ. സ്റ്റാർ വാർസിൻ്റെയൊക്കെ അടിപൊളി. പയ്യ അടിച്ച് പിരിച്ച് പോവേണം. ഇതെല്ലാം ഫ്രീ ആണെന്നാണ് എല്ലാവരും പറയണത്. സോ എന്തായാലും നോക്കാം, ഫ്രീ ആണെങ്കിൽ ഒരു കൈ നോക്കാടേ. എൻ്റെ അപ്പോൾ എല്ലാം കൂടെ ഇടിച്ച് പൊടിഞ്ഞ് വീണു. ഏതോ പഴയകാലത്തെ പ്രോ ഗെയിമറാണ് കേട്ടോ നിൽക്കണം ചേട്ടായി. എൻ്റെ പൊന്നെ നോക്കിയാണ് സിമ്പിളായിട്ട് കളിക്കണമെന്ന്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലോജിക് ടെക്കിൻ്റെ ചെറിയൊരു സ്ഥലം. ഞാൻ ഇത്രയും വലിയ കമ്പനി ഇത്രയും ചെറിയ സ്ഥലം എന്തിനാണ് വെച്ചേക്കുന്നത്? ഈ ഒരു ഐറ്റം ഒരു മൗണ്ടഡ് ഐറ്റമാണ്, പോളി സാധനമാണ്. ഗെയിമിംഗ് കളിക്കുന്നവന്മാർക്കൊക്കെ ഉണ്ടല്ലേ, വേറെ ലെവൽ കീബോർഡാണ്. ഞാൻ പറയുന്നത് CSGO കളിക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ കളിക്കണം. ഇത്രയും വലിയ സ്ക്രീനിലെങ്കിലും കളിക്കുന്നത്. ഏത് സാംസങ്ങിൻ്റെ TV ആണ്, ഏതിൻ്റെ TV ആണെങ്കിലും ഇങ്ങനെ കളിക്കുന്നതാണ് അതിൻ്റെ ഒരു മര്യാദ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതേപോലെ ഇവിടെ ഒരുപാട് ആൾക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. അനിമേ ഫിഗറീൻസ്, പിന്നെ കീ ചെയിൻസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ബൈ ദ വേ ഡ്യൂപ്ലിക്കേറ്റ് കത്തി ഇവിടെ കിട്ടും. ഇത് വില കുറവാണ് കേട്ടോ, ബ്ലേഡൊന്നും അല്ല. അതുകൊണ്ട് അവിടെ ആരും എന്തോ അവാർഡ് അന്തരം കിട്ടി കേട്ടോ. അതാണ് അവിടെ മണിയൊക്കെ അടിക്കുന്നത്, ആർക്കും എന്തോ സമ്മാനം കിട്ടി. അപ്പോൾ ഈ കടയും ഇവിടെ മൊത്തം ഇങ്ങനത്തെ കടകളാണ് കേട്ടോ. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. മൊത്തം ഒരു ലൈറ്റിൻ്റെ പാണി. ഗൈസ്, ഇവിടെ ദുബായ് പോലീസിന് ചെറിയൊരു സ്ഥലമുണ്ട്. അവരെ പുതിയ കാർ കിടക്കണുണ്ട് ലോട്ടസിൻ്റെ. എന്തോ അവിടെ ബെൻസും ഉണ്ട്. യജാതി എന്താ ഫ്രൈ. ഗൈസ്, ഇവിടെ റെട്രോ ഗെയിമിങ്ങും പരിപാടികളൊക്കെയാണ് കേട്ടോ. മൊത്തം വിക്കൽ പരിപാടിയാണ്. പോക്കിമോൻ്റെ കാർഡ്സ് ഒക്കെ സെല്ലിങ്ങിലാണ്. അഗെയിൻ വി ഹാവ് കോമിക് ബുക്സ്, പണിഷർ, ഗാർഡിയൻ ഓഫ് ഗാലക്സി, ഹൾക്ക്, സ്പൈഡർമാൻ, മൊത്തം കോമിക്സാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മളുടെ PC-ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കച്ചവടം അടിക്കുന്നതാണ്. ഇതത്തെ ശവപ്പെട്ടിയാ, RGB ശവപ്പെട്ടി വല്ലതും ഉണ്ട് കേട്ടോ. എന്തിനാണെങ്കിലും കൊള്ളാം. ഇവിടെ നോക്കിയാണ് എന്തൊക്കെ എന്ത് സാധനം ഇവിടെ, ഒന്നും പറയല്ല കേട്ടോ. അടിപൊളി സാധനം. ഈ സൗണ്ട് കോപ്പ് ഇത് കണ്ടോ, പോസ്റ്ററുകൾ വിൽപ്പനയ്ക്ക്. അത് മറ്റേ ഈ ഒരു പല സൈഡിൽ ഇത് മാറൂലേ, ആ ടൈപ്പ് സാധനമാണ്. ഇതുപോലെ ഇങ്ങനെ മാറും. 3 പടം ഒരെണ്ണത്തിൽ, 2 ഒഡീസി ആർക്ക് ചേർത്ത് വെച്ചിട്ട് എന്തോന്നടേത്, എന്തൊരു ഗെയിം, എന്തോന്നട ഇത്. ബൈ ദ വേ അവിടെ FIFA കളിക്കുകയാണ് കേട്ടോ. സാംസങ്ങിൻ്റെ TV-യിൽ ഇട്ടിട്ട് QLED 8K RGB വരുന്ന ലെക്സാറിൻ്റെ റാമാണ്. LPDDR5 ആണ്. ഇവിടെ സത്യം പറഞ്ഞാൽ എല്ലാം ഉണ്ട്. ഇതുപോലത്തെ ഗെയിമിംഗ് PCs. ഇവിടെ ഇവരെ ഈ എംബസ് ലാബ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ അസംബിൾ ചെയ്ത് സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ ROG പരിപാടിയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാത്തിൻ്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഇവർ. ഇതേ ഇരിക്കുന്നു മക്കളെ, ROG അലൈ. ഇവിടെ ROG-യുടെ ലാപ്ടോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് സ്കാറിന് വൺ ഓഫ് ദ ബെസ്റ്റ് ROG-യുടെ ലാപ്ടോപ്സ് ആണ്.
സോ മാക്സിമസ് മോനെ ബോളി. ഇത് നമ്മുടെ ഇവിടുത്തെ പയ്യൻ്റെ ഒരു സാധനമാണ്, നമ്മുടെ X100ന്റെ ക്ലാസിക് ഒറിജിനൽ. 5ഉം 6ഒന്നും അല്ല, ദ റിയൽ ഡീൽ. ഈ പയ്യൻ്റെ എംബസ് ലാബ്സ്. എല്ലാവരും മലയാളികളാണ്. ഓ നൈസ്. അത് PS5 വെച്ചിട്ട് കളിക്കുന്ന ഏരിയ, ഇത് Xbox വെച്ച് കളിക്കുന്ന ഏരിയ. ഇത് നമ്മുടെ പേരെന്താ? ജിയോ ബ്രോ എക്സ്ബോക്സിൻ്റെ ആളാണ്. ഇത് കണ്ടാടെ ഡ്രാഗൺ ബോൾ സീയുടെ ഗെയിംസ്, സ്ട്രീറ്റ് ഫൈറ്റർ 6 തുടങ്ങിയ ഗെയിംസൊക്കെ കളിക്കണമെങ്കിൽ ഇവിടെ വന്നത്. നോക്കിയാണ് ഓട്ടോ പാടിച്ച് പരുത്താണ് വരുന്നത്. ഇവിടെ പിള്ളേർ ഫോർട്ട്നൈറ്റ് കളിക്കുകയാണ് ഗൈസ്. പബ്ജി ഇല്ല കേട്ടോ, പബ്ജിയുടെ ഒരു പരിപാടി ഞാൻ അവിടെ കാണുന്നില്ല. പിന്നെ ഇവിടെ ഫുഡ് അടിക്കാൻ എന്തോ അവിടെ പ്രോഡക്റ്റ് ചായ വാല. അപ്പോൾ ഇവിടെ മൊത്തം VR അങ്ങനത്തെ. പിന്നെ മൊത്തം ഒരു ഗെയിം കളി ബഹളമാണ് മൊത്തം. ഇവിടെ വരിക, ഫ്രീ ആയിട്ട് ഗെയിം കളിക്കുക, കണ്ട വഴി ഓടുക. ഗായ്സ് ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെയിം ഏത് ഗെയിം എന്ന് മാത്രമേ ചോദിക്കരുത്, ഏതോ ഒരു ഗെയിം. പിള്ളേർ അവിടെ കട്ട ഗെയിമേഴ്സാണ് കേട്ടോ ഇരിക്കണ. രണ്ട് ടീമുണ്ട്, നമ്മളെ പിള്ളേരൊന്നുമില്ല. പക്ഷെ ഇതേത് ഗെയിം അതാണ് ഞാൻ നോക്കുന്നത്. ഇത് ഏതാ കളി? ഇലക്ട്രോണിക് ആർട്സിനൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, പക്ഷെ ഇത് ഏതാ കളി എന്ന് മനസ്സിലാവില്ല. ജെന്റൽമാൻ, ഞാൻ അങ്ങനെ ഒരു സാധനം പർച്ചേസ് ചെയ്ത് ഗൈസ്. ഒരേ പോസ്റ്ററിൽ 3 എണ്ണം. അയ്യവാ, മൊത്തം സ്ട്രോ ഹാറ്റ്സ് ആണ്. ഞാൻ ഒന്നും നോക്കിയില്ലടേ, ആർത്തി മൂത്ത് വാങ്ങിച്ച് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കാശിൻ്റെ ഷെഡ് കീറും എന്നല്ലാതെ വേറെ ഒന്നും എനിക്കിവിടെ പറയാനില്ല. എന്താ വെറുതെ PS5 വെച്ചേക്കാണ്. കുറച്ച് ക്യാബിനറ്റ്സ് ഒക്കെ ഓണാക്കാൻ വെച്ചിട്ടുണ്ട് ഗൈസ്, വേണ്ടവർക്ക് വന്നത് എടുക്കാം. ഇതാണ് ഡ്രാഗൺ ബോൾ സി സ്പെഷ്യൽ എഡിഷൻ കീബോർഡ്, ബാറ്റ്മാൻ സ്പെഷ്യൽ എഡിഷൻ കീബോർഡ്. ഈശ്വര, എൻ്റെ കാശ് ഞാൻ മിക്കവാറും ഇത് മേടിക്കും. എന്നെ വളരെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്. മോനെ ഇതാണ് ഞാൻ. ഓ യെസ്, ഈ ക്യാബിനറ്റാണ് ഞാൻ പറഞ്ഞ ഹൈപ്പിൻ്റെ ക്യാബിനറ്റ്. എൻ്റെ പൊന്നാളിയ, ഈ സാധനം 30,000 ദിർഹം എന്തോന്നൊക്കെയാണ്. i9 4090. സോ ഗൈസ്, ഇതാണ് കേട്ടോ ഹൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഈ ക്യാബിനറ്റിൻ്റെ. ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനമാണ്. എനിക്ക് ക്യാബിനറ്റിൻ്റെ ഒക്കെ പ്രൈസാണ് തോന്നുന്നത്. ഇത് ഭയങ്കര കത്തി. എന്തായാലും ഈ നടുക്കുള്ള ഭാഗം ടച്ച് സ്ക്രീനാണ്. നമുക്ക് പല ടൈപ്പ് സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റും. സോ മുട്ടിഞ്ഞ ലുക്കാട്ടോ, ലിക്വിഡ് കൂളിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് അവിടെ ഇത് നോക്കണേ, ആ ഒരു സാധനം i9 14 Gen ആണ് ഇരിക്കുന്നത്. 4090 ഗ്രാഫിക്സ് കാർഡ്, 32 GB RAM, DDR5, 2 TB SSD ആൻഡ് സിൽവർ സ്റ്റോണിൻ്റെ ആണ് നമ്മൾ പവർ സപ്ലൈ കൊടുത്തേക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതും ഒരു കർവ് ഡിസ്പ്ലേ ആണ് എൻ്റെ ആഗ്രഹം ഗൈസ്. ഇവന്മാരൊരു കംപ്ലീറ്റ്ലി ഒരു ഡാർത്ത് വേഡർ തീമാണ് ഇവിടെ പിടിച്ചേക്കുന്നത്. ബട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് ബ്യൂട്ടി. ഞാൻ ഇത് കാണണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. അത് കാണാനും പറ്റി. കണ്ടാടെ ഗ്രാഫിക്സ് കാർഡൊക്കെ ഇരിക്കുന്നത് 4080 സൂപ്പറാണ് ഇരിക്കുന്നത്. 4080 ഉണ്ട്, 4060 ഉണ്ട്, 4070 Ti ഉണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്തിരിക്കുന്നത് 4090 ആണ്. കോൾമി ഷസാമിൻ്റെ അടുത്ത ഇതിൽ ഈ ക്യാബിനറ്റ് ഇങ്ങനെ ബാക്കി ഇരിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അങ്ങനെ നടന്നാൽ കൊള്ളായിരിക്കും. എന്താണെങ്കിലും അവിടെ ബാറ്റ്മാനും പിന്നെ മറ്റേ ഡ്രാഗൺ ബോൾ സീരിയൊക്കെ ലൈറ്റ് കത്തണം, മറ്റേ മൗസ് പാഡൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗെയിം ഭ്രാന്തന്മാർ മെൻ്റലാവും എന്നാണ് എനിക്ക് പറയുന്നത്. ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് സോ ഇറ്റ് വാസ് ദ ലാസ്റ്റ് ഡേ. ആൻഡ് അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. മെയിനായിട്ടും ഗെയിമിങ് കളിക്കുന്നവർക്കും ഗെയിമേഴ്സിനും ഒരു പാരഡൈസ് തന്നെയായിരുന്നു ഗൈസ് ഇത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ നമ്മൾ വിട പറയുകയാണ്. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചു പോയി എൻ്റെ പൊന്നോ ഒരു ചിക്കനെ കണ്ണ് കളിയതാണ്. എന്തായാലും അവരുടെ നിന്ന് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഇഫ് ഐ കെയർ. നമുക്കത് തെറ്റിയാൻ പറ്റിയ അടിപൊളിയായിരിക്കും. സോ അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ അത്രയൊക്കെ ഉള്ളൂ. ശരി എന്നാൽ.